ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. 10ാം ക്ലാസ്സുകാരുടെ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ഏതാണെന്നറിയോ? അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ആൾജിബ്ര. നമ്മൾ ഓൾറെഡി 1ാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസസ് ആയിരുന്നു. അപ്പോൾ അത് പഠിച്ച ആൾക്കാർക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ആൾജിബ്രയും കൂടെ കൂടിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുഴപ്പമില്ല, നമുക്കത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കുഞ്ഞി ചാപ്റ്റർ, അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനായിട്ടുള്ളൂ. അപ്പം നമുക്ക് വേഗം പഠിച്ചു തുടങ്ങിയാലോ? അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമുക്ക് ആദ്യം പഠിക്കാനുള്ള കാര്യം ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് ഫോം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഈ ആൾജിബ്ര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ ഓർക്കണ്ടേന്ന് അറിയോ? അതെന്താ സംഭവം എന്നറിയാവോ? 10ാം ക്ലാസ്സിലല്ലേ, അപ്പം അറിയായിരിക്കും. ഇനി അറിയത്തില്ലാത്തവർക്ക് വേണ്ടി പറയാണ്. ആൾജിബ്ര എന്ന് വെച്ചാൽ നമ്മൾ ഈ നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സിന് യൂസ് ചെയ്യും. അവരെ നമ്മൾ വേരിയബിൾസ് എന്ന് വിളിക്കും. അപ്പോൾ ഈ വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ എഴുതുന്നതാണ് ആൾജിബ്ര. ഓക്കെ, വേരിയബിൾസ് ഉണ്ടാകുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ആൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്ര ഓർത്താൽ മതി. കുറച്ച് വേരിയബിൾസ്, കുറച്ച് ലെറ്റേഴ്സ് ആ കൂടുതൽ കാണും. ഓക്കെ, ശരി. അത് എന്തിനാ അപ്പം ഈ നമ്പേഴ്സിന് പകരം ലെറ്റേഴ്സിനെ ഉപയോഗിക്കുന്നത് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് എങ്ങനെയാന്നുള്ളത് നമുക്ക് മുന്നോട്ട് പഠിക്കാം. ഓക്കെ, നിങ്ങൾ ആൾജിബ്ര ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരല്ലേ അല്ലേ? ഇത് ആദ്യമായിട്ടല്ലല്ലോ അല്ലേ? എനിവേ, നമുക്ക് തുടങ്ങാം. ആൾജിബ്രാക് ഫോം എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ആൾജിബ്രാക് ഫോം നമുക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് നമ്മൾ അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ നോട്ട്സ് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞിരുന്നു. നമ്മൾ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെ തന്നിരിക്കുന്ന വാട്സാപ്പ്, നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ട്. അതിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ നോട്ട്സ് തരാം കേട്ടോ. അതുപോലെ ഈ ചാപ്റ്ററിൻ്റെയും നോട്ട്സ് റെഡിയാണ്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. ചെറിയൊരു എമൗണ്ട് ഉണ്ട് കേട്ടോ, ഒരു ചെറിയ എമൗണ്ട് ഉണ്ടാവും. പക്ഷെ കുഴപ്പമില്ല, നിങ്ങളുടെ പോക്കറ്റ് മണിയിൽ നിന്ന് പേ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങളത് പേ ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നോട്ട്സ് വാങ്ങാം കേട്ടോ. ശരി, അപ്പം നമുക്ക് ആൾജിബ്രാക് ഫോമിനെ കുറിച്ച് സംസാരിക്കാം. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. നമ്മൾ പൊസിഷൻസിനെയും ടേംസിനെയും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ. ആ പൊസിഷനും ടേംസും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമുക്ക് ആൾജിബ്രാക് ഫോം വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് പറയുന്ന ഒരു ഇക്വേഷൻ എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഇക്വേഷൻ അല്ല, ഒരു എക്സ്പ്രഷൻ. ഓക്കെ, അതാണ് ആൾജിബ്രാക് ഫോം. ഇങ്ങനെ കുറേ നേരം ആൾജിബ്രാക് ഫോം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമോ എന്നാണ് നിങ്ങളിപ്പം മനസ്സിൽ വിചാരിക്കുന്നതെന്ന് എനിക്കറിയാം. പഠിക്കാൻ പോവാ. ഓക്കെ, അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു അരിത്തമെറ്റിക് സീക്വൻസ് എഴുതാം. ഇതല്ലേ നമ്മൾ എപ്പോഴും എഴുതുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്? അത് തന്നെ ഇരിക്കട്ടെ. ഇങ്ങനെ അങ്ങ് പോകുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്. ആൾജിബ്രാക് ഫോം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജനറൽ ഫോം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതിയേ. ജനറൽ ഫോം എന്ന് വെച്ചാൽ ഇപ്പം ഫസ്റ്റ് നമ്പർ 2 ആണെന്ന് നമുക്കറിയാം, തേർഡ് ടേം 6 ആണെന്ന് നമുക്കറിയാം, ഒരു 10th ടേം ഏതാണെന്ന് നമുക്കറിയാം. പക്ഷെ ഒരു 100th അല്ലെങ്കിൽ 1000th ടേം ഏതാന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കുറച്ച് കഷ്ടപ്പെടും അല്ലേ? അപ്പോൾ ഈ ജനറൽ ഫോമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ജനറൽ ഫോം വെച്ചിട്ട് നമുക്ക് എത്രാമത്തെ ടേം വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് എല്ലാ ടേമുകൾക്കും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എക്സ്പ്രഷനെയാണ് നമ്മൾ ജനറൽ ഫോം. ജനറൽ ആയിട്ട് നമുക്ക് അതിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. അതാണ് ആൾജിബ്രാക് ഫോം. ഓക്കെ അല്ലേ? അപ്പം ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ അല്ലേ? ആണല്ലോ. ഏതാണ് കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് 2 ആണ്. ഓക്കെ, ഇനി ഇതിനകത്തെ ജനറൽ ഫോം നമ്മൾ അല്ലെങ്കിൽ ആൾജിബ്രാക് ഫോം നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോവാം. ഓക്കെ, ഇവിടുത്തെ ഫസ്റ്റ് ടേം ഏതാ? ഫസ്റ്റ് ടേം എന്ന് പറയുന്നതിനെ നമ്മൾ എഫ് എന്ന് വിളിക്കാറുണ്ട്, ഫസ്റ്റ് ടേം. അല്ലെങ്കിൽ നമ്മൾ എന്ത് വിളിക്കൂന്നാ പഠിച്ചത്? എ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇതെല്ലാം ഫസ്റ്റ് ടേമിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റേഴ്സ് ആണ്. എഫ് അതെ, എ അതെ, അല്ലെങ്കിൽ നമ്മൾ x1 എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, x1 എന്ന് വിളിക്കാറുണ്ട്. അത് ഏതാ? 2. അതിന് മുമ്പ് നമുക്കിവിടെ പൊസിഷനും ടേമും ഒക്കെ ഒന്ന് എഴുതി വെക്കാവേ. ഫസ്റ്റ് പൊസിഷനിൽ 2, സെക്കൻഡ് പൊസിഷനിൽ 4, തേർഡ് പൊസിഷനിൽ 6, ഫോർത്ത് പൊസിഷനിൽ 8, ഫിഫ്ത്ത് പൊസിഷനിൽ 10. ഇങ്ങനെ പോവാ ഈ ഒരു സീക്വൻസ്. ഓക്കെ, അപ്പോൾ ഈ 2വിനെ എങ്ങനെയാണ് മക്കളെ കിട്ടുക? 2വിനെ കിട്ടുന്നത് 2വിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് എഴുതാലോ അല്ലേ? 2വിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 2 കിട്ടിയത്. ഇനി ഓക്കെ, നെക്സ്റ്റ് x2 അല്ലെങ്കിൽ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 4 ആണ്. ഓക്കെ, അപ്പോൾ 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 4 കിട്ടുക. ഓക്കെ,
x3 എന്ന് പറയുന്നത് ഏതാണ്? 6 ആണ്. തേർഡ് ടേം 6 ആണ്. ഇതെനിക്ക് എങ്ങനെയാണ് കിട്ടിയേ? 2നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോഴാണ് എനിക്ക് 6 കിട്ടിയ. ഇനി x4 എന്ന് പറയുന്നത് എത്രയാ? ഇവിടുത്തെ ഫോർത്ത് ടേം 8 ആണ്. അപ്പം ഈ 8 എങ്ങനെ എനിക്ക് കിട്ടുക? 2നെ ഈ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എനിക്ക് 8 കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഒരു x10 10th ടേമിനെ എങ്ങനെ ആയിരിക്കും ഇവിടെ കിട്ടുക? ഈ 2നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 20 ആയിരിക്കും ഈ ഒരു സീക്വൻസിൻ്റെ എന്ത് 10th ടേം. ഇനി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 20th ടേം കണ്ടുപിടിക്കാവോ? 20th ടേം നമുക്കിപ്പോൾ അറിയാലോ, 2 × 20 ചെയ്താൽ മതി. അപ്പോൾ 40 ആയിരിക്കും ഇതിനകത്തെ 20th ടേം. ഓക്കെ അല്ലേ? അപ്പം ഇങ്ങനെ നമുക്ക് ഏത് ടേമിനെ വേണമെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ മേലെ. ഇതാരാ? ഈ 1 2 3 4 എന്ന് പറഞ്ഞ് പോകുന്നത് ഇത് പൊസിഷൻ അല്ലേ? ഈ പൊസിഷനോട് ഏതോ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടേം കിട്ടി. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഒരു ജനറൽ ഫോമിൽ എഴുതാം. അതെങ്ങനെയായിരിക്കും ആ ഒരു ജനറൽ ഫോം? ഇപ്പം x2 അല്ലെങ്കിൽ സെക്കൻഡ് പൊസിഷനിൽ ആരാ നമുക്കറിയാം, തേർഡ് പൊസിഷനിൽ ആരാ നമുക്കറിയാം, 10th പൊസിഷനിൽ ആരാ നമുക്കറിയാം, 20th പൊസിഷനിൽ ആരാ നമുക്കറിയാം. ഇങ്ങനെയാണെങ്കിൽ ഒരു nth പൊസിഷനിൽ ആരായിരിക്കും എന്ന് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം 10th പൊസിഷനിൽ 2 × 10 ചെയ്തു, 20th പൊസിഷനിലെ ആളെ ചെയ്യാൻ 2 × 20 ചെയ്തു. അപ്പോൾ nth പൊസിഷനിലേക്ക് കാണാനായിട്ട് 2 × n ചെയ്താൽ മതി അല്ലേ? അപ്പം 2n ആയിരിക്കും അതിൻ്റെ ജനറൽ ഫോം. ഇത് എന്തിനാ ഈ ജനറൽ ഫോം എന്ന് എഴുതുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഈ ഒരു ജനറൽ ഫോം വെച്ചിട്ട് ഈ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം അല്ലെങ്കിൽ ഓൾജിബ്രാക് ഫോം xn = 2n ആണ്. അപ്പം ഇതെന്തിനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം നമ്മളോട് ചോദിക്കുക ഈ ഒരു സീക്വൻസിൻ്റെ ഒരു 100th ടേം ഏതാ? 100th ടേം ഏതാന്ന് ചോദിച്ചാൽ നമ്മൾ അയ്യോ ഇനി ഇത് മൊത്തം എഴുതി കണ്ടുപിടിക്കണമല്ലോ എന്ന് ഓർത്ത് വിഷമിച്ചിരിക്കേണ്ട കാര്യമില്ല. എന്തുണ്ട്? നമ്മുടെ കയ്യിൽ ഓൾജിബ്രാക് ഫോം ഉണ്ട്. അപ്പം എന്നിന് എന്ത് വാല്യൂ കൊടുത്താൽ മതി? 100 കൊടുത്താൽ മതി. എന്നിന് 100 കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 100th ടൈം കിട്ടും. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? 2 × n ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കുക. അപ്പോൾ 2 × ഇവിടെ n എത്രയാ? 100 ആണ്. അപ്പോൾ 100th ടൈം ഏതായിരിക്കും? 200 ആയിരിക്കും. ഒറ്റ സ്റ്റെപ്പിൽ പരിപാടി തീർന്നില്ലേ? അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾജിബ്രാക് ഫോം യൂസ് ചെയ്യുന്നത്. ഇത്രയും ഓക്കെ അല്ലേ? ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയുകയാണേ. നമ്മൾ പറഞ്ഞു ഇതെന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആണ് അല്ലെങ്കിൽ എഫ് ആണ്. ഓക്കെ, ഈ x2നെ കുറിച്ച് അല്ലെങ്കിൽ സെക്കൻഡ് ടേമിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ് അല്ലേ? ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ സെക്കൻഡ് ടേം ആയിട്ടുള്ള x2. ഓക്കെ, അപ്പോൾ തേർഡ് ടേമിനെ കുറിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ 1 2 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നതാണ് നമ്മളുടെ തേർഡ് ടേം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേമിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് ടേമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്തേക്കുന്നത്? 3 കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്ന ആളാണ് നമ്മളുടെ ഫോർത്ത് ടേം അല്ലേ? അപ്പോൾ ഇവിടെ വന്നേക്കുന്ന നമ്പേഴ്സിനെ നോക്കിയേ. തേർഡ് ടൈം ആയപ്പോൾ 2 വന്നു, 2d വന്നു. ഫോർത്ത് ടൈം ആയപ്പോൾ 3d വന്നു. അങ്ങനെയാണെങ്കിൽ 10 ടൈം ആകുമ്പോൾ ഏത് വരും? f+9d വരും അല്ലേ? 20th ടൈം ആകുമ്പോൾ എന്ത് വരും? f+19d വരും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ടൈമിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈമിൻ്റെ കൂടെ എത്ര കോമൺ ഡിഫറൻസ് വരും? ഇവിടെ 20 ആയപ്പോൾ 19, 10 ആയപ്പോൾ 9 കോമൺ ഡിഫറൻസ്, 4 ആയപ്പോൾ 3 കോമൺ ഡിഫറൻസ്. അങ്ങനെയാണെങ്കിൽ n ആണെങ്കിൽ n-1 കോമൺ ഡിഫറൻസസ് വരും. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ എന്ത് ടേമിനെ കിട്ടുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്നാ എഴുതാം? ഈ xn കിട്ടാനായിട്ട് f+n-1 × d ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? nth ടേം കിട്ടുമെന്ന് നമുക്ക് ജനറലൈസ് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇത് ശരിയാണോ നോക്കിക്കേ. ഇപ്പം നമുക്ക് 10th ടേം ഇത് വെച്ച് കിട്ടുന്നുണ്ടോ നോക്കിക്കേ. x10 എന്ന് പറയുന്നത് f എന്നതാ ഫസ്റ്റ് ടേം, അതായത് 2 അല്ലേ? +n-1, ഇവിടെ n എത്രയാ? 10-1 × ഇവിടുത്തെ d എത്രയാ? 2. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 20 കിട്ടുന്നുണ്ടോ എന്ന് നോക്കാവേ. അപ്പോൾ 2 + 10-1 9 ആണ് × 2. ഈ ഒരു പാർട്ട് വേണം ആദ്യം ചെയ്യാനേ. അപ്പോൾ 2 + 18 വരും അല്ലേ? അതായത് 20. കിട്ടിയില്ലേ? ഇതുപോലെ ഏത് ടേം വേണമെങ്കിലും, എത്രാമത്തെ ടേം വേണമെങ്കിലും ഈ ഒരു ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. നിങ്ങൾ ഈ ഒരു ഫോർമുല മനസ്സിൽ വെച്ചോ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഫോർമുല ഇല്ല, പക്ഷെ ഇത് ആണ് എന്ത് ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല. എഫ് എന്താണ്? ഇവിടുത്തെ ഫസ്റ്റ് ടേം ആണ്. എൻ എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആണോ നമുക്ക് ആവശ്യമുള്ളത് അത്. ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. ഇനി ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് f+ ഈ n
ഡീനെ നമുക്ക് അകത്തേക്ക് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മേലെ n ഇൻറ്റു ഡി എൻ ഡി മൈനസ് 1 ഇൻറ്റു ഡി ഡി ഇങ്ങനെ എഴുതാലോ. ഇനി ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ടേമിനെ ഫസ്റ്റ് ആക്കി എഴുതിയാൽ ഇത് എനിക്ക് എങ്ങനെ എഴുതാം, എൻ ഡി പ്ലസ് എഫ് മൈനസ് ഡി എന്ന് എഴുതാം. ഈ സാധനങ്ങൾ തന്നെ ഞാനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. ഇതിനെ ആണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഓൾജിബ്രൈക് ഫോം എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത്. എവിടാണെന്നറിയോ, നിങ്ങളുടെ പേജ് നമ്പർ 61 പറഞ്ഞിട്ടുണ്ട്, ദ ഓൾജിബ്രൈക് ഫോം ഓഫ് എനി അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് xn is equal to an plus b. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കണം. ഇതെന്താണ്, ഒരു ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം, അല്ലെങ്കിൽ ഇത് വെച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക, ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കുക. അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിക്കണേ. xn is equal to an plus b. ഇതിനകത്തെ ഈ എ എന്ന് പറയുന്നത് ഇത് വെച്ച് നോക്കുമ്പോൾ ആരാണ്, ഈ എ എന്ന് പറയുന്നത് ഇവിടെ എന്നും ഇവിടെ ഈ ഒരു ടേമും നിങ്ങൾ നോക്കണേ. ഇവിടെ n രണ്ടിലും ഉണ്ട്. ഓക്കെ, അപ്പൊ n ഒരാൾ തന്നെയാ. ഇവിടുത്തെ എ ഇവിടെ ആരാ, ഡി ആണ്. അപ്പൊ ഈ എ ആരാണ്, കോമൺ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ ഡി ആണ്. ഞാൻ ഇവിടെ മുമ്പേ പറഞ്ഞായിരുന്നു എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേമിനെ കാണിക്കാറുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതും ഇതുമായിട്ട് കൺഫ്യൂസ്ഡ് ആവരുത് കേട്ടോ. ഈ എ എന്ന് പറയുന്ന ഫസ്റ്റ് ടൈമിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആയിട്ട് ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് സാഹചര്യങ്ങൾ വരുമ്പോൾ. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇവിടെ ഈ ഒരു ഓൾജിബ്രാക് ഫോമിലെ എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം അല്ല. ഓൾജിബ്രാക് ഫോമിലെ എന്നിലെ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് ഡി ആണ്. ഇപ്പൊ തന്നെ മനസ്സിൽ കുറിച്ചിടണം കേട്ടോ. അത് എന്താണ്, എന്നത്തെ എ, ഓൾജിബ്രാക് ഫോമിലെ എ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ് ആ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ. ഇനി ബി ഇവിടെ എന്താന്ന് നോക്കിക്കേ. ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. ഓക്കെ, ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. ഈ എഫ് ആരാ, എഫ് ആണ് ഫസ്റ്റ് ടേം. ഓക്കെ, എഫ് ഫസ്റ്റ് ടേം, ഡിയോ ഡി നമ്മളുടെ കോമൺ ഡിഫറൻസ് തന്നെ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തിനാ എയും ഇവിടെ എന്തിനാ ഡിയും നിങ്ങൾ ഉപയോഗിക്കുന്നത്, ഇതുകൊണ്ടാണ് ഇതെനിക്ക് ഇഷ്ടമല്ലാത്തതെന്ന് വിചാരിക്കും. പക്ഷെ ഇത് നിങ്ങൾ മനസ്സിലാക്കിയാൽ തീർന്നില്ലേ. എ എന്ന് പറയുന്നതും കോമൺ ഡിഫറൻസ് ആണ്. ഇവിടുത്തെ എഫ് മൈനസ് ഡി, ഈ ഡി ഒന്നുകൂടി ഇതിനകത്ത് വന്നിട്ടില്ലല്ലോ. ഈ ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണെന്ന് അങ്ങ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മളിപ്പോ എന്താ പഠിച്ചേ, ഓൾജിബ്രാക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് ഈക്വൽ ടു xn is equal to an plus b, where a is the common difference and b is equal to f minus d. f is the first term, d is the common difference. ഇത്ര ഓക്കെ അല്ലേ? ഇത്ര ഓക്കെ ആണെങ്കിൽ നമ്മൾ വേഗം അടുത്തതിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എക്സസൈസ് നോക്കാം കേട്ടോ. പേജ് നമ്പർ 63 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓൾജിബ്രാക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. എന്ത് കണ്ടുപിടിക്കണം, താഴെ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസസിന്റെ ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കണം. വെരി സിമ്പിൾ, നമുക്ക് അതിന്റെ ഫോർമുല അറിയാം. നമ്മൾ ഷടപടേന്ന് കണ്ടുപിടിക്കും. ഓക്കെ, സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ 1, 6, 11, 16 എന്ന് പറഞ്ഞു പോകുന്ന നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് എന്താ കണ്ടുപിടിക്കണ്ടേ, ഓൾജിബ്രാക് ഫോം. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് എഴുതി വെക്കണം, ഓൾജിബ്രാക് ഫോം എന്ന് പറഞ്ഞാൽ ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഞങ്ങൾക്കറിയാമടേ എന്ന് പറഞ്ഞിട്ട് എന്ത് എഴുതണം, ഇത് എഴുതണം. അത് ആരോട് പറയണം, മനസ്സിൽ പറയണം. xn is equal to എന്തായിരുന്നു, an plus b. ഓക്കെ, ഇതിലെ എ ആരാന്ന് നമുക്കറിയാം, അത് ഡി ആണ്. ബി ആരാ നമുക്കറിയാം, അത് എഫ് മൈനസ് ഡി ആണ്. ഈ ഡിയും പോട്ടെ, ഇത് കോമൺ ഡിഫറൻസ് ആണ്, ഇത് ഫസ്റ്റ് ടൈം ആണ്, ഇത് കോമൺ ഡിഫറൻസ് ആണ്. ഓക്കെ അല്ലേ, ശരി. ഇനി നമുക്കപ്പോൾ ഇവന്മാരെയൊക്കെ വേണം ഇതൊക്കെ എഴുതണമെങ്കിൽ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസിനെ എഴുതി വെക്കാം, ഡി അല്ലെങ്കിൽ എ. എ ഈസ് ഈക്വൽ ടു ഡി ഈസ് ഈക്വൽ ടു, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാ മക്കളെ, 6 - 1 അല്ലേ, അല്ലെങ്കിൽ 11 - 6 എത്ര വരും, 5 വരും. അപ്പോൾ കോമൺ ഡിഫറൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അടുത്തത് ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി എന്ന് പറയുന്നയാള് എഫ് മൈനസ് ഡി ആണ്. ഇവിടുത്തെ എഫ് ആരാണ്, ഫസ്റ്റ് ടേം, അതായത് 1 മൈനസ് ഡി ആരാണ്, 5. ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചു കോമൺ ഡിഫറൻസ് ആരാന്ന്. അപ്പൊ ഇതെന്ത് കിട്ടും, ഇത് -4 കിട്ടും. 4 അല്ല -4, ബിക്കോസ് 1 5 കുറയ്ക്കണേ. അപ്പൊ നമുക്ക് -4 കിട്ടും. ഇപ്പൊ നമ്മൾ എന്തെഴുതും, ഓൾജിബ്രാക് ഫോം ഇപ്പൊ തന്നെ എഴുതും. xn is equal to an plus b എന്നുള്ളതാണ് നമ്മളുടെ ഫോർമുല. എ എന്ന് പറയുന്ന ഡി ആയതുകൊണ്ട് അത് 5 ആണ്. അപ്പൊ അത് 5n പ്ലസ് ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. നമ്മൾ -4 എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് -4 എന്ന് വരും, അല്ലെങ്കിൽ 5n - 4 എന്ന് വരും.
5n - 4. ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രാക് ഫോം. തീർന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓൾജിബ്രാക് ഫോം. ഇനി രണ്ടാമത്തെ ആൾ. ഇത്ര ഈസി ആയിരുന്നോ എന്ന് ഇപ്പം നിങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ അപ്ലൈ പറഞ്ഞതല്ലേ ഇത് ഈസി ആണെന്ന്. 2, 7, 12, 17 എന്ന് പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ്. വീണ്ടും നമ്മൾ എന്തെഴുതും? xn = an + b എന്നുള്ളതാണ് നമ്മളുടെ ഓൾജിബ്രാക് ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയാവോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഫോർമുല എന്നൊക്കെ പറഞ്ഞോ, ഓൾജിബ്രാക് ഫോം. ഇതിനകത്ത് a എന്ന് പറയുന്നത് d കോമൺ ഡിഫറൻസ് ആണ്, b എന്ന് പറയുന്നത് f - d ആണ്. അപ്പോൾ നമുക്ക് ഇവന്മാരെ കണ്ടുപിടിക്കാൻ പോവാണ്. d അല്ലെങ്കിൽ a, ആദ്യം എയും a എന്ന് പറയുന്ന ആൾ d ആണ്, കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താണ് ഇവരുടെ കോമൺ ഡിഫറൻസ് എത്രയാണ് പറ? 7 - 2 ആണ്. ഓക്കെ, 7 - 2 എത്രയാണ്? 5 തന്നെയാണ്. അപ്പോൾ ഇവിടെയും കോമൺ ഡിഫറൻസ് 5 വന്നേക്കുന്നത് കേട്ടോ. ഇനി ബി എന്ന് പറയുന്നയാളെ f - d ആണെന്ന് നമ്മൾ പറഞ്ഞു. എഫ് ആരാ? ഫസ്റ്റ് ടേം. ആരാ ഇത്? 2 ആണ് ഫസ്റ്റ് ടേം. മൈനസ് d എത്രയാ? 5 ആണ്. അപ്പോൾ 2 - 5 എത്രയാ? -3. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഓൾജിബ്രാക് ഫോം എന്തായിട്ട് മാറും? a which is equal to 5n plus f - d -3. അപ്പോൾ വീണ്ടും ഇത് -3 പ്ലസ് -3 എന്ന് വരും കേട്ടോ. അത് 5n - 3. ഓക്കെ, അടുത്ത സീക്വൻസ് 21, 32, 43, 54 ഇങ്ങനെ പോണ സീക്വൻസ്. നമ്മളുടെ ഓൾജിബ്രാക് ഫോം ഏതാ നമുക്കറിയാം. ഓൾജിബ്രാക് ഫോം ഈസ് ഈക്വൽ ടു ഏതാണ്? an + b an ഒരുമിച്ചാണ് പ്ലസ് ബി. അവിടുത്തെ a എന്ന് പറയുന്നത് d ആണ്, b എന്ന് പറയുന്നത് f - d ആണ്. ഇത് വീണ്ടും എഴുതുന്നത് നിങ്ങൾ അത്രയും തവണ പഠിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ a = d = എത്രയാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്? 32 - 21, അതായത് 11 വരും അല്ലേ? പിന്നെ b എന്ന് പറയുന്നത് f - d ആണ്. f ആരാ ഇവിടുത്തെ? 21 ആണ്. 21 - d 11. ഓക്കെ, അപ്പോൾ എത്ര വരും? 10 വരും. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടിയ സ്ഥിതിക്ക് ഇതിനകത്തോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അപ്പോൾ എ ആരാ? 11n പ്ലസ് ബി ആരാ? 10 കിട്ടിയില്ലേ? നാലാമത്തത് 19, 28, 37 എക്സെട്ര ദേ പോണു. ഈ ഒരു സീക്വൻസ് ആണ്. അപ്പോൾ ഓൾജിബ്രാക് ഫോം ഈസ് ഈക്വൽ ടു an പ്ലസ് ബി. a എന്ന് പറയുന്നത് d ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 28 - 19 വരും അല്ലേ? അപ്പോൾ എത്ര വരും? 9. ഓക്കെ, ബി എന്ന് പറയുന്നത് f - d ആ. f - d. f എത്രയാ ഇവിടെ? 19 മൈനസ് d എത്രയാ? 9, വിച്ച് ഈസ് 10. ഓക്കെ, അപ്പോൾ ഓൾജിബ്രാക് ഫോം എന്ത് വരും? a 9 ആണ്. അപ്പം 9n പ്ലസ് b എത്രയാ? 10. അടുത്ത ക്വസ്റ്റ്യൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ 1, 1/2, 2, 2/2 എന്ന് പോകുന്ന ഈ ഒരു സീക്വൻസ് ഓൾജിബ്രാക് ഫോം എഴുതാം. ഓൾജിബ്രാക് ഫോം ഈസ് ഈക്വൽ ടു an plus b where a is d, b is f minus d. a is equal to d is equal to എത്രയാ മക്കളെ ഇവിടുത്തെ കോമൺ ഡിഫറൻസ്? 1ഉം 1.5 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? ഹാഫ്. അത് തന്നെയായിരിക്കും 1/2 കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. ഇനി ബി f - d. ആരാ ഇവിടുത്തെ ഫസ്റ്റ് ടൈം? 1 മൈനസ് കോമൺ ഡിഫറൻസ് 1/2. ഇത് ചെയ്യാൻ നമ്മൾ പഠിച്ചായിരുന്നു. എങ്ങനെയായിരുന്നു? 1 എന്ന് വെച്ചാൽ 1/1 ആണ്. താഴെ ഡിനോമിനേറ്ററിൽ ആരും ഇല്ലെങ്കിൽ 1 ഉണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഇതിനെ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കണം. ഇവിടെ 2 ആണുള്ളത്. അപ്പോൾ ഇതിനെ നമുക്ക് 2 ആക്കാം. എന്ത് ചെയ്തിട്ട്? ഇൻറ്റു 2 ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് എന്ത് വരും? 1 × 2 2 ബൈ 1 × 2 2 മൈനസ് 1/2. ഇപ്പം എന്തായി? ഡിനോമിനേറ്റേഴ്സ് സെയിം ആയി. അപ്പോൾ കോമൺ ഡിനോമിനേറ്റർ എടുക്കുക, 2 - 1 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1/2 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടിയില്ലേ? അപ്പോൾ ഓൾജിബ്രാക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഓൾജിബ്രാക് ഫോം എന്ന് പറയുന്നത് xn is equal to an. a എന്ന് പറയുന്നത് 1/2 ആ. അപ്പോൾ 1/2n പ്ലസ് f - d 1/2. ഇവിടെ വേണമെങ്കിൽ 1/2നെ കോമൺ ആയിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടുന്ന് 1/2 എടുത്താൽ ബാക്കി n ആ ഉള്ളത്. പ്ലസ് ഇവിടുന്ന് 1/2നെ എടുത്തു കഴിഞ്ഞാൽ അവിടെ 1 ഉണ്ട്, 0 അല്ല കേട്ടോ, 1 ആണ്. അപ്പോൾ 1/2 × n + 1 എന്ന് വരും കേട്ടോ. നിങ്ങൾ ഇത് എഴുതിയില്ലേലും മാർക്ക് കിട്ടുവേ. ഇവിടെ വരെ എഴുതിയിട്ടുണ്ടെങ്കിൽ മാർക്ക് കിട്ടും കേട്ടോ. ഇത് അതിനെ ഒന്ന് ജനറലൈസ് ചെയ്ത് എഴുതി എന്നുള്ളൂ. അടുത്തത് 6th one 1/6, 1/3, 1/2 എന്ന് പറഞ്ഞു പോകുന്ന സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ എന്തെഴുതണം? നമുക്ക് ഓൾജിബ്രാക് ഫോം എഴുതണം. ഓൾജിബ്രാക് ഫോം
ഓൾജിബ്രായിക് ഫോം എന്താണ്? an പ്ലസ് ബി ആണ്. an പ്ലസ് ബി ആണ്. ഇതിനകത്തെ എ എന്ന് പറയുന്നത് ഡി ആണ്, ബി എന്ന് പറയുന്നത് എഫ് മൈനസ് ഡി ആണ്. ഓക്കെ, ഇവിടുത്തെ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ എ എത്രയാണ്? 1/3യിൽ നിന്ന് 1/6 കുറയ്ക്കണം. ഇത് നിങ്ങൾ തിരിച്ച് 1/6 1/3 എന്ന് എഴുതരുത്, അത് തെറ്റിപ്പോകും. നമ്മൾ സെക്കൻഡ് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേമും തേർഡ് ടേമിൽ നിന്ന് സെക്കൻഡ് ടേമും കുറയ്ക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിനോമിനേറ്റേഴ്സിനെ സെയിം ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇവിടെ 6 ഇവിടെ 3 അല്ലേ, ഈ 3നെ നമുക്ക് 6 ആക്കാം. എങ്ങനെ? മൾട്ടിപ്ലൈ വിത്ത് 2 ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ 1 × 2 2 ആണ്, 3 × 2 6 ആണ്, മൈനസ് 1/6. ഇവിടെ എന്തായി? ഡിനോമിനേറ്റേഴ്സ് കോമൺ ആയി. അപ്പോൾ 2 - 1 അല്ലേ? അപ്പോൾ നമുക്കിത് എന്ത് കിട്ടി? 1/6 എന്ന് കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 1/6 കിട്ടി. ഇനി നമുക്ക് ബി കണ്ടുപിടിക്കാം. അത് എഫ് മൈനസ് ഡി ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ടൈം ഏതാ? 1/6 ആണ് ഫസ്റ്റ് ടൈം. മൈനസ് ഡിയോ 1/6 തന്നെ. അപ്പോൾ ബി എത്രയായിട്ട് മാറും? 0. 1/6 ന്ന് 1/6 കുറച്ചാൽ 0 അല്ലേ? അപ്പോൾ നമുക്ക് എയും ബിയും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ എത്രയാ? എ എന്ന് പറഞ്ഞാൽ ഡി തന്നെയായിരുന്നു, 1/6. അപ്പോൾ 1/6 n പ്ലസ് ബി എത്രയാ? 0. അപ്പോൾ 1/6 n ആണ് അവിടുത്തെ ജനറൽ ഫോം. അപ്പോൾ മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്തത് ഓൾജിബ്രായിക് ഫോം കണ്ടുപിടിക്കാനുള്ള ജനറൽ ഫോം ആയിരുന്നു അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചു, ആ ഒരു ഫോർമുല പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓൾജിബ്രായിക് ഫോം എഴുതാനായിട്ട് പറ്റൂ കേട്ടോ. അപ്പോൾ എയും ബിയും ആരാന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. എ എന്ന് പറയുന്നത് ഇവിടെ ജനറൽ ഫോമിന്റെ കേസിൽ അല്ല, ഓൾജിബ്രായിക് ഫോമിന്റെ കേസിൽ എ എന്ന് പറയുന്നത് നമ്മൾ കോമൺ ഡിഫറൻസിനെയാണ് എഴുതുന്നത്. അതുപോലെ ബി എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈം മൈനസ് കോമൺ ഡിഫറൻസ് ആണ്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ ഭയങ്കര സിമ്പിൾ അല്ലായിരുന്നോ? എല്ലാവർക്കും മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? തന്നെ എഴുതി നോക്കണം. മനസ്സിലാകുന്നില്ലെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ മക്കളെ, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. അടുത്തൊരു ബെൽ ഐക്കണും കൂടി ഉണ്ട്, അത് ക്ലിക്ക് ചെയ്തേക്കൂ. അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം, ഇരുന്ന് പഠിച്ചു തുടങ്ങിക്കോ, ഇത് നമ്മൾ ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് വേഗം പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി പോർഷൻ നമ്മളുടെ 63 പേജ് നമ്പർ 63ലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടാലോ. അപ്പോൾ ബൈ മക്കളെ.